നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം ഇവിടെ അങ്ങനെ കിട്ടാറേ ഇല്ല. ഇവിടെ സാധാരണയായിട്ട് റോബസ്റ്റ പഴമാണ് കിട്ടാറുള്ളത്. ഇത് പിന്നെ മലയാളി കടയിൽ നിന്ന് സാധനം കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ്. കൊണ്ടുവന്ന പാടെ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കറുത്തിരിക്കുമായിരുന്നേ. ഈ ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ തൊലിയെല്ലാം അങ്ങനെ പെട്ടെന്ന് കറുത്തു പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തൊലി കറുത്തതാണെങ്കിൽ പിന്നെ അമ്പാടി ഇവിടെ കഴിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ 4 മണി പലഹാരമായിട്ട് ആക്കിയെടുക്കുന്നത് ദേ ഈ പഴം ഇങ്ങനെ പുഴുങ്ങി ഉടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ദേ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇഡലി കുട്ടകത്തിനകത്തോട്ട് ദേ ഇതുപോലെ ഉരുളകളാക്കി ഒരു വാഴയിലയും കൂടെ വെച്ച് അതിൻ്റെ മുകളിലോട്ട് ദേ ഇതിങ്ങനെ അടുക്കി വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ 4 മണി പലഹാരം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.